മുക്കുറ്റിച്ചാന്ത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. കർക്കിടക മാസവും മുക്കുറ്റിയും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. കർക്കിടക മാസത്തിലെ ആദ്യ ദിവസങ്ങളിൽ മുക്കുറ്റിച്ചാന്ത് നെറ്റിയിൽ തൊടുന്നതും ഔഷധക്കൂട്ടായ മുക്കുറ്റിക്കുറുക്ക് കഴിക്കുന്നതും കേരളത്തിലെ പ്രധാനമായ ഒരു ആചാരമാണ്. മുക്കുറ്റിച്ചാന്ത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് മുക്കുറ്റി, മഞ്ഞൾ, ചന്ദനം, ഒരു 2 പിഞ്ച് പച്ചരി കുതിർത്തെടുത്ത് വെച്ചതിന് ശേഷം ഒരു 2 പിഞ്ച് മതിയാവും. പച്ചമഞ്ഞൾ, മുക്കുറ്റി, പിന്നെ ചന്ദനം. ഇതെല്ലാം നല്ലതായിട്ടുള്ള ഒറിജിനൽ ആയിട്ടുള്ള തന്നെ എടുക്കുവാണെങ്കിൽ നമുക്ക് ഒന്നും കൂടി നല്ലതായിരിക്കും. പച്ചരിയും മഞ്ഞളുടെ ഒരു കഷ്ണവും. മഞ്ഞൾ നമ്മുടെ പറമ്പിലുണ്ടാകുന്ന സാധനം. മുക്കുറ്റി സാധാരണയായിട്ട് എല്ലാ പറമ്പിലും ഉണ്ടാകാറുണ്ട്. പിന്നെ നഗരപ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കാണത്തില്ല. എന്നിട്ട് പച്ചരി കുതിർത്തിട്ട് പച്ചരി ഒരു 2 പിഞ്ച് മതിയാവും. പച്ചരി ഇട്ട് അരച്ച് നല്ല കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് ചന്ദനത്തിൻ്റെ ചെറിയ പീസ്, ചില പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാ വീട്ടിലും ചെറിയ പീസൊക്കെ ഉണ്ടാവും. ചന്ദനമൊക്കെ അരച്ച് നെറ്റിയിൽ തൊട്ടിട്ട് പോകും. ചന്ദനത്തിന് എല്ലാം ഒറിജിനലായിട്ടുള്ള സാധനങ്ങൾ എടുക്കുന്നതായിരിക്കും നമുക്ക് നല്ലത്. ചിലപ്പോൾ നമുക്ക് അലർജിയൊക്കെ ഉണ്ടാവും. നമ്മൾ ഈ പൊടിയായിട്ടുള്ള ചന്ദനം എടുക്കുന്ന, കളപ്പം എടുക്കുന്നതോ അല്ലെങ്കിൽ മഞ്ഞൾ പൊടി എടുക്കുന്നതൊക്കെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അത് ഒറിജിനലായിട്ട് കിട്ടുന്നവർ അതുപോലത്തെ എടുക്കുക. ഒറിജിനലായിട്ടുള്ള നമ്മുടെ പറമ്പിലുണ്ടെങ്കിൽ എടുത്തിട്ട് ഉണ്ടാക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ പച്ചരി നന്നായിട്ടൊന്ന് കല്ലിലിട്ട്, നമ്മൾ ഈ ചെറിയ അരകല്ലിലൊന്നും എന്തായാലും അരയ്ക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ എല്ലാം കൂടി അരയ്ക്കും. ചിലപ്പോൾ മുളകിൻ്റെയോ എന്തെങ്കിലും ഉണ്ടെങ്കിലോ ഓർത്ത് ചെറിയ നമ്മുടെ ഇടിയലിൻ്റെ പുറകു വശത്ത് വെച്ച് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്ത് പച്ചരി നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരഞ്ഞൊരു പച്ചരി കൂടുതലാണ് കാണുവാണെങ്കിൽ കുറച്ചെടുത്ത് മാറ്റാം. പച്ചരി അരച്ച് വെച്ചിട്ട് അതിലോട്ട് ചന്ദനവും അരച്ച് നല്ല കട്ടിയടിച്ച് ഒത്തിരി വെള്ളമാകരുത്. ചന്ദനം അരയ്ക്കുമ്പോൾ കുറച്ച് നന്നായിട്ട് അരച്ചെടുത്ത് ചന്ദനവും മഞ്ഞളും അതിനകത്ത് വെച്ച് അരയ്ക്കണം. എന്നിട്ട് നമുക്ക് ഈ മുക്കുറ്റിയുടെ ഇലകൾ ഓരോന്നായിട്ട് ഇങ്ങനെ അടർത്തിയെടുക്കണം. മുക്കുറ്റിയുടെ ഇലയും പൂവും കൂടി അടർത്തിയെടുത്ത് അതിനകത്ത് വെച്ച് അരയ്ക്കണം. ഇപ്പം ഞാനിപ്പം പച്ചരി അരച്ച് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ ചന്ദനം അരയ്ക്കുകയാണ്. കുറച്ച് നമ്മൾ ബലമായിട്ട് അങ്ങനെ അരയ്ക്കണം, എന്നാലേ അത് അരഞ്ഞു വരുള്ളൂ. ഞങ്ങൾ ഇങ്ങനെ ചന്ദനം കടയിൽ നിന്ന് മേടിക്കാറില്ല. ഒരു ചെറിയ പീസ് കഷ്ണമുണ്ട് ഇത് ഉരച്ച് നമുക്ക് നെറ്റി തൊടാനായിട്ടുള്ള, അത് വെച്ച് ഉരച്ച് ചന്ദനം അരയ്ക്കുന്ന ചാണയത് ചാണയിൽ വെച്ച് അരച്ച് നല്ല ശക്തിയായിട്ട് കുറച്ച് സമയം അരച്ച് കഴിഞ്ഞാൽ നമുക്ക് നെറ്റി തൊടാനാണെങ്കിൽ അത് 2 വട്ടം ഒന്ന് അരച്ചാൽ മതി. ഇതിപ്പോൾ നമുക്ക് ഇച്ചിരി ആവശ്യമുള്ളതുകൊണ്ട് ചന്ദനം എടുക്കുമ്പോൾ അതിൻ്റെ ഒരു മണവും ഉണ്ട്, അതിൻ്റെ ഒരു തണുപ്പും കൂടി നമുക്ക് നെറ്റിക്ക് കിട്ടും. ഈ മുക്കുറ്റിയും ചന്ദനവും മഞ്ഞളും ഇതെല്ലാം കൂടി നമ്മുടെ ഈ നെറ്റിയിൽ തൊടുമ്പോഴേക്കും നമുക്കൊരു കുളിർമയും ഒക്കെ കിട്ടും. അപ്പോൾ ആ ചന്ദനം കൂടി അരച്ചെടുത്ത് കുറച്ച് സമയം ഒന്ന് അരച്ചെടുക്കണം. മുറുക്ക പിടിച്ചൊന്ന് അരയ്ക്കണം. നല്ല ഉണങ്ങിയ ചെറിയ പീസല്ലേ, അതിൽ നിന്ന് ചന്ദനം അരഞ്ഞ് വരണം. ആ ചന്ദനം എടുത്തിട്ട് ഈ പച്ചരിക്കകത്തോട്ട് ആ ചന്ദനവും മഞ്ഞളും മുക്കുറ്റിയും കൂടി ഒരുമിച്ച് അരച്ചെടുക്കും.
ഇപ്പം നമ്മൾ മുക്കുറ്റിയും ചന്ദനവും മഞ്ഞളും അരിപ്പൊടിയും എല്ലാം ചേർത്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ച് പച്ച നിറം കുറവാണ്, കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ മുക്കുറ്റിയില കുറച്ചും കൂടി കൂടുതലിട്ടിട്ട് അരച്ചെടുക്കുക. അപ്പം കുറച്ചുകൂടി കളറുണ്ടാവും. ഇതിപ്പം നേരിട്ട് കുറച്ച് നല്ല കളറാണ്, വീഡിയോയിൽ വരുമ്പം കുറച്ച് പച്ച കളർ ഇച്ചിരി കുറവായി തോന്നുകയാണ്. നല്ല പച്ച കളറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ചന്ദനവും കൂടിയൊക്കെ ആകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു മണവും ഉണ്ട്. ഇതെല്ലാം നമുക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ ആയിട്ടുള്ളത്, നമ്മൾ വേറെ പൊടിയോ ഇതൊന്നും ആഡ് ചെയ്യാത്തത് കൊണ്ട് ഇത് നല്ല നമുക്ക് പിള്ളേർക്കും എല്ലാവർക്കും തൊടുന്നതിനും ഒരു കുഴപ്പമില്ല. നമ്മൾ ഈ കളറുള്ള ചാന്തുകൾ മേടിച്ച് തൊടുന്നതിനും നെക്കാട്ടിലും നല്ലതാണിത്. കർക്കിടക മാസത്തിൽ ആദ്യത്തെ ദിവസങ്ങളിൽ രാമായണം ചൊല്ലുന്നതിന് ആദ്യത്തെ ദിവസങ്ങളിൽ ഈ മുക്കുറ്റി ചാന്താണ് പണ്ട് കാലങ്ങളിൽ സ്ത്രീകൾ എല്ലാവരും തൊട്ടുകൊണ്ടിരുന്നത്.